കുറ്റം സമ്മതിച്ചതിന്റെ പേരിൽ പ്രതിയുടെ ശിക്ഷ കുറയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും നിരക്കേറ്റ പരിക്കുകളും സന്തുലിതമായി വേണം ശിക്ഷ വിധിക്കാനെന്നും കോടതി വ്യക്തമാക്കി. പ്രതിക്ക് കുറഞ്ഞ ശിക്ഷ നൽകിയ കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി. കിരൺ കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. കിരൺ, കീഴ്ക്കോടതിയുടെ വിധി, ആ വിധിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി നിർണായകമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏത് തരത്തിലാണ്? കെ.പി. കുറ്റസമ്മതം നടത്തിയാലും ശിക്ഷയിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ജസ്റ്റിസ് പി സോമരാജനാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയത്. നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട്, അതായത് മലപ്പുറം സ്വദേശി ഉൾപ്പെട്ടതുമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് മാത്രം കാരണമില്ല, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രതി നടത്തിയിട്ടുള്ള കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും ഒപ്പം തന്നെ ഇരക്കേറ്റിട്ടുള്ള മുറിവ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വേണം ശിക്ഷാവിധി പുറപ്പെടുവിക്കാൻ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കീഴ്ക്കോടതി നേരത്തെ, അതായത് മാരകായുധം അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ മാരകമായുധം ഉപയോഗിച്ചു ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുള്ള ഒരു കേസിലാണ് ഇത്തരത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തി എന്നതിൻ്റെ കാരണത്താൽ ഇളവ് നൽകുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ഉത്തരവാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് റദ്ദാക്കുകയും ഒപ്പം തന്നെ കീഴ്ക്കോടതിയോട് ഈ കാര്യങ്ങൾ വീണ്ടും പരിശോധിച്ചുകൊണ്ട് ശിക്ഷയ്ക്ക് കൃത്യമായ ഒരു ശിക്ഷാവിധി പുറപ്പെടുവിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഏതായാലും ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതിക്ക് വേണമെങ്കിൽ ഈ കുറ്റസമ്മതം റദ്ദാക്കിക്കൊണ്ട് വിചാരണ നടപടികൾ നേരിടാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതി വെച്ചിട്ടുണ്ട്. കെ.പി. കൊച്ചിയിൽ നിന്നും കിരൺ കുമാരാണ് വിവരങ്ങൾ നൽകിയത്.